റിലീസാകുന്നതിന് മുൻപ് തന്നെ സിനിമ ബഹിഷ്കരിക്കാൻ ഇറങ്ങുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഒരു പുതുമയുള്ള കാഴ്ചയല്ല. തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ സിനിമ ബോയ്ക്കോട്ട് ചെയ്യാൻ ആഹ്വാനം, അഭിനേതാക്കൾക്കെതിരെ ഭീഷണി, ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഇപ്പോൾ ലക്ഷ്യം ബോളിവുഡ് നടൻ ആമിർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ ആണ്. ജുനൈദ് നായകനാകുന്ന മഹാരാജിനെതിരെയാണ് ബഹിഷ്കരണാഹ്വാനം. ജുനൈദിന്റെ അരങ്ങേറ്റ ചിത്രം കൂടിയാണിത്. ചിത്രത്തിനെതിരെ ഭീഷണിയുമായി ബജ്രംഗ് ദൾ രംഗത്തെത്തി എന്നതാണ് പുതിയ സംഭവ വികാസം. മഹാരാജിനെതിരെ മാത്രമല്ല, നെറ്റ്ഫ്ലിക്സിനെതിരെയും ബഹിഷ്കരണ ആഹ്വാനവുമായി ഒരു വിഭാഗം ഹിന്ദു സംഘടനകളും ഹിന്ദുത്വ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ജൂൺ 14-ന് മഹാരാജ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരിക്കെയാണ് ഈ സംഭവങ്ങൾ. ജൂൺ 3-ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ യശ് രാജ്, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് എന്നിവർക്ക് ബജ്രംഗ് ദൾ ഒരു കത്ത് നൽകിയിരുന്നു. ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുൻപ് തങ്ങളെ കാണിക്കണമെന്നാണ് ബജ്രംഗ് ദളിന്റെ ആവശ്യം. ചിത്രത്തിന്റെ പോസ്റ്ററുകൾ ഇറങ്ങിയതിന് പിന്നാലെയാണ് വികാരം വ്രണപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന സംശയവുമായി ബജ്രംഗ് ദൾ രംഗത്തെത്തിയത്. ഇറങ്ങിയ പോസ്റ്ററുകൾ ഹിന്ദുമത വികാരത്തെ ഹനിക്കുന്ന രീതിയിലാണെന്ന് കരുതുന്നുണ്ടെന്നും അതുകൊണ്ട് റിലീസിന് മുൻപ് ചിത്രം ബജ്രംഗ് ദളിന് കാണണമെന്നുമായിരുന്നു ആവശ്യം. ചിത്രം കണ്ടതിനു ശേഷം എന്ത് വേണമെന്ന് ബജ്രംഗ് ദൾ തീരുമാനിക്കും. ബജ്രംഗ് ദളിന്റെ നേതാവ് ഗൗതം റൗറിയയുടെ പേരിലാണ് ഈ കത്ത് നെറ്റ്ഫ്ലിക്സിനെയും സിനിമ അണിയറ പ്രവർത്തകരെയും തേടിയെത്തിയത്. ബോയ്ക്കോട്ട് നെറ്റ്ഫ്ലിക്സ്, ബോയ്ക്കോട്ട് മഹാരാജ് ഫിലിം തുടങ്ങിയ ഹാഷ്ടാഗുകൾ ഇപ്പോൾ എക്സിൽ ട്രെൻഡിംഗ് ആണ്. നെറ്റ്ഫ്ലിക്സ് ഹിന്ദുവിരുദ്ധത അടങ്ങിയ കണ്ടന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ക്യാമ്പയിനിൽ ആരോപിക്കുന്നുണ്ട്. VHP നേതാവ് സാധ്വി പ്രാച്ചിയും മഹാരാജ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സനാതനധർമ്മത്തെ അനാദരിക്കുന്നത് സഹിക്കില്ല, മഹാരാജ് സിനിമ നിരോധിക്കുക, #ബോയ്ക്കോട്ട് നെറ്റ്ഫ്ലിക്സ്, ഇതാണ് സാധ്വി പ്രാച്ചിയുടെ എക്സ് പോസ്റ്റ്. ചിത്രത്തിന്റെ റിലീസ് ഗുജറാത്ത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. സിനിമ മതവികാരം വ്രണപ്പെടുമെന്ന ഹിന്ദു വിഭാഗത്തിന്റെ ഹർജിയിലാണ് നടപടി. പുഷ്ടിമാർഗ വിഭാഗമായ വല്ലഭാചാര്യരുടെ അനുയായികളും ഒരു വിഭാഗം കൃഷ്ണഭക്തരും സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. 1862-ലെ മഹാരാജ് അപകീർത്തി കേസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. കർസാൻദാസ് മുൽജി എന്ന മാധ്യമപ്രവർത്തകനെതിരായി പുഷ്ടിമാർഗിലെ ആത്മീയ നേതാവായിരുന്ന ജഡുനാഥ് ജി ബ്രിജ്രാധൻ ജി മഹാരാജ് ഫയൽ ചെയ്ത മാനനഷ്ട കേസ് അക്കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ്. മുംബൈയിലെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനായിരുന്നു കർസാൻദാസ്. ഹിന്ദുമതത്തിലെ കാലഹരണപ്പെട്ട ആചാരങ്ങളെയും സാമൂഹിക വിപത്തുകളെയും കുറിച്ച് തുറന്നെഴുതി വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം തുടങ്ങിവെച്ച വാരാന്ത്യ മാസിക സത്യപ്രകാശും മുന്നോട്ടു പോയിരുന്നത്. 500 പേർ മാത്രമാണ് മാസികയുടെ വരിക്കാരെങ്കിലും ബോംബെയിലെ യാഥാസ്ഥിതിക ഗുജറാത്തി ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കാൻ വാരാന്ത്യമിറങ്ങുന്ന ആ മാസിക ധാരാളമായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ വല്ലഭാചാര്യൻ സ്ഥാപിച്ച പുഷ്ടിമാർഗ് എന്ന വിശ്വാസി സമൂഹത്തിലെ അംഗമായിരുന്നു കർസാൻദാസ്. വടക്കേ ഇന്ത്യയിലെ പ്രബലമായ ഒരു ഹിന്ദു വിഭാഗമായിരുന്നു ഇത്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയോടെ മഹാരാജ് എന്ന നേതൃവിഭാഗത്തിന്റെ കഴിവിൽ സാമ്പത്തികമായും സാമൂഹികമായും മുന്നിട്ട് നിൽക്കാൻ പുഷ്ടിമാർഗിനായിരുന്നു. വിശ്വാസികളിൽ അസാധാരണമായ സ്വാധീനമായിരുന്നു ഈ ആത്മീയ നേതാക്കൾക്ക് ഉണ്ടായിരുന്നത്. ശ്രീകൃഷ്ണന്റെ പിന്തുടർച്ചക്കാരായി കണക്കാക്കപ്പെട്ടിരുന്ന ഇവർക്ക് വിശ്വാസികളിലൂടെ ധാരാളം സമ്പത്തും കൈവന്നിരുന്നു. നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ അഴിമതി ആരോപണങ്ങളും ലൈംഗിക പീഡന പരാതികളും അന്നത്തെ മഹാരാജായിരുന്ന ജഡുനാഥ് ജിക്കെതിരെ വന്നു തുടങ്ങി. വിശ്വാസികൾക്കിടയിൽ വലിയ രീതിയിൽ വിഭജനത്തിനും ഇത് കാരണമായി. യുവാക്കളിൽ ഭൂരിഭാഗവും മഹാരാജിനെതിരെ തിരിഞ്ഞു. ഇവരിൽ ഒരാളായിരുന്നു കർസാൻദാസും. തന്റെ വിശ്വാസത്തെ സ്വന്തം എഴുത്തുകളിലൂടെ ചോദ്യം ചെയ്ത കർസാൻദാസ് ആശ്രമത്തിലെ പൊരുത്തക്കേടുകൾ അടിസ്ഥാനമാക്കി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചത് മഹാരാജിന് വലിയ തിരിച്ചടിയായി. സ്ത്രീകളായ ഭക്തരുമായി മഹാരാജ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടെന്നതടക്കം ഗുരുതര ആരോപണങ്ങളാണ് കർസാൻദാസ് മഹാരാജിനെതിരെ തന്റെ ലേഖനത്തിൽ ഉന്നയിച്ചത്. തുടർന്ന് ബോംബെ ഹൈക്കോടതിയിൽ മഹാരാജ് കർസാൻദാസിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. പ്രശസ്തമായ വാരൻ ഹേസ്റ്റിംഗ്സ് വിചാരണയ്ക്കു ശേഷം നടന്ന ഏറ്റവും വലിയ വിചാരണയായിരുന്നു ഈ കേസിൻ്റേത്. 50,000 രൂപയാണ് അന്ന് നഷ്ടപരിഹാരമായി മഹാരാജ് ആവശ്യപ്പെട്ടത്. അന്നത്തെ ബോംബെ സുപ്രീം കോടതി തനിക്ക് അനുകൂലമായ കേസ് വിധിക്കുമെന്ന മഹാരാജിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്നതായിരുന്നു കോടതി വിധി. ചീഫ് ജസ്റ്റിസ് മാത്യു സോസ്, ജോസഫ് അർണോൾഡ് എന്നിവരാണ് അന്ന് അധ്യക്ഷരായി ഉണ്ടായിരുന്നത്. കോടതി നടപടികളിൽ 1000-ലധികം പേരും പങ്കെടുത്തു. സ്വന്തം സമുദായത്തിൽ നിന്ന് കടുത്ത സമ്മർദ്ദമായിരുന്നു കേസ് നടക്കുന്ന കാലയളവിൽ കർസാൻദാസ് നേരിട്ടിരുന്നത്. സമുദായത്തിൽ നിന്ന് പുറത്താക്കും, ഒറ്റപ്പെടുത്തുമെന്ന് വരെ ഭീഷണി ഉയർന്നു. എന്നാൽ പുരോഹിതന്മാരെയും പുഷ്ടിമാർഗിലെ തന്നെ മറ്റ് മതാചാര്യന്മാരെയും ഭക്തരെയും പങ്കെടുപ്പിച്ച് നടത്തിയ വിചാരണയ്ക്കൊടുവിൽ കേസ് കർസാൻദാസിന് അനുകൂലമായി വിധിക്കുകയുണ്ടായി. 11,500 രൂപ നഷ്ടപരിഹാരമായി കോടതി കർസാൻദാസിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. കേസ് അവസാനിപ്പിച്ചുകൊണ്ട് ജഡ്ജി അർണോൾഡ് നടത്തിയ പ്രസ്താവനയ്ക്ക് ഇന്നും പ്രസക്തി ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ധർമ്മപരമായ തെറ്റുകൾ ഒരിക്കലും വിശ്വാസപരമായി ശരിയാകില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തോടെ
ചരിത്രപരമായ മഹാരാജ് ലിബൽ കേസിന് അവിടെ തിരശീല വീണു. ഈ കേസ് ചൂണ്ടിക്കാട്ടിയാണ് ഗുജറാത്തിലെ ഹിന്ദു വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചത്. ചിത്രം ഹിന്ദുക്കൾക്കിടയിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കുമെന്ന ഹർജിക്കാരുടെ വാദം കോടതി പരിഗണിച്ച് റിലീസ് സ്റ്റേ ചെയ്യുകയായിരുന്നു. ചിത്രം പൊതുക്രമത്തെ ബാധിക്കുമെന്നും ഇരു വിഭാഗങ്ങളുടെയും ഹിന്ദു മതത്തിന്റെയും അനുയായികൾക്കെതിരെ അക്രമത്തിന് പ്രേരണ നൽകുമെന്നുമായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം. ട്രെയിലറോ പ്രമോഷൻ പരിപാടികളോ ഇല്ലാതെ രഹസ്യമായാണ് ചിത്രം റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത്തരമൊരു സിനിമ റിലീസ് ചെയ്യാൻ അനുവദിച്ചാൽ തങ്ങളുടെ മതവികാരം വ്രണപ്പെടും. അത് നികത്താനാവാത്ത നഷ്ടമുണ്ടാക്കുമെന്നും ഹർജിയിൽ പറയുന്നു. കേസ് ജൂൺ 18-ന് വീണ്ടും വാദം കേൾക്കാൻ കോടതി മാറ്റിവെച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് പി മൽഹോത്രയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ജുനൈദ് ഖാനെ കൂടാതെ ജയ്ദീപ് അഹ്ലവത്, ശാലിനി പാണ്ഡെ, ഷർവാരി വാഹ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ജയ്ദീപും ജുനൈദുമുള്ള ഒരു പോസ്റ്റർ ഒഴികെ ചിത്രത്തിൻ്റെതായി ട്രെയിലറോ ടീസറോ ഒന്നും തന്നെ നിർമ്മാതാക്കൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വിചിത്രമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പല ചിത്രങ്ങളും ബജ്രംഗദളിന്റെയും തീവ്ര ഹിന്ദു സംഘടനകളുടെയും ബോയ്ക്കോട്ടിന് ഇരയായിട്ടുണ്ട്. നേരത്തെ രാജ്കുമാർ ഹിരാനി സംവിധാനം ചെയ്ത PK എന്ന ആമിർ ഖാൻ ചിത്രത്തിനെതിരെയും ഹിന്ദു നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ആദ്യ ഫിലിം പോസ്റ്ററിൽ നഗ്നനായി എത്തിയ ആമിർ ഖാനിൽ തുടങ്ങി പിന്നീട് ദൈവത്തിന്റെ ചിത്രം കവളിലൊട്ടിച്ച് അടികിട്ടാതെ രക്ഷപ്പെടുന്ന സിനിമാ രംഗങ്ങൾ വരെ ഈ ഹിന്ദു നേതാക്കളെ പ്രകോപിപ്പിച്ചിരുന്നു. ന്യൂനപക്ഷങ്ങളോടുള്ള അസഹിഷ്ണുത കാരണം ഇന്ത്യയിൽ സുരക്ഷിതരല്ല എന്ന പ്രസ്താവന വന്നതോടെ ആമിറിന്റെ 2015-ൽ ഇറങ്ങിയ ദംഗൽ എന്ന ചിത്രത്തിന് നേരെയും ഉണ്ടായിരുന്നു ബോയ്ക്കോട്ട്. കാവി ഡ്രസ്സിട്ട് ഷാരൂഖ് ഖാനൊപ്പം ഡാൻസ് കളിച്ച ദീപിക പദുക്കോണിനെ കണ്ട് വികാരം വ്രണപ്പെട്ട ഹിന്ദു സംഘടനാ അംഗങ്ങൾ പത്താൻ ബോയ്ക്കോട്ട് ചെയ്യാനിറങ്ങിയതും വാർത്തയായിരുന്നു. ഇങ്ങനെ സംഘപരിവാർ ബോയ്ക്കോട്ട് ചെയ്യുന്ന ചിത്രങ്ങൾ പിന്നീട് ബ്ലോക്ക് ബസ്റ്റർ ആകുന്നത് പതിവാണെന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറിച്ച് സംഘപരിവാറിന്റെ വലിയ പിന്തുണയോടെ ആഘോഷമായി തിയേറ്ററുകളിൽ എത്തിക്കുന്ന കേരള സ്റ്റോറി പോലെയുള്ള ചിത്രങ്ങൾ പിന്നീട് വെളിച്ചം കാണാതെ പോകുന്നതും പതിവ് കാഴ്ചയാണ്.